ഓരോരുത്തർക്കും ഓരോ ചോദ്യമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു മിസ്റ്റർ ലിജോ ഡാനിയൽ. യോഹന്നാൻ എത്ര ഒരധ്യായ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്? 2. എന്തിനാ സംശയിക്കുന്നത്? 2 ശരിയായ ഉത്തരമാണ്. ലിജോ ഡാനിയൽ ഗെറ്റ്സ് +5 മാർക്സ്. പഴയ നിയമത്തിലെ പഞ്ചപുസ്തകങ്ങൾക്ക് ശേഷമുള്ള അടുത്ത പുസ്തകം ഏതാണ്? യോശുവ. ഷിജു വർഗീസ് gets +5 marks for that. Now the third question for you. ഒരു സ്ത്രീയുടെ പേരിൽ എഴുതപ്പെട്ട രണ്ടാമത്തെ പുസ്തകം ഏതാണ്? എസ്തേർ. ഉത്തരം ശരിയാണ്. ഡോക്ടർ നവീൻ ചാക്കോ gets +5 marks for that. And now for Jobin, you have to open your account. Right? The question is, മകളെ ഹോമയാഗമായി അർപ്പിച്ച ഇസ്രായേലിന്റെ ന്യായാധിപതി ആര്? ഇഫ്താഹ്. Very good. 5 marks for Mr. Jobin Matthew. So all the 4 individual questions are over. And now, the bumper fire. Right. It's a very, very easy question. So even before we starting it, you can press the buzzer and get -2 marks. And if it's right, definitely you get 5 marks. Right. മോശ എഴുതിയ പുസ്തകങ്ങൾ ഏവ? വെരി ഗുഡ്. മിസ്റ്റർ ജോബിൻ മാത്യു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഉത്തരം വളരെ ശരിയാണ്. മിസ്റ്റർ ജോബിൻ മാത്യു gets 5 marks. And that marks the end of Bible history round. Now, we have the third round. That's the Christian focus round. അപ്പച്ചാ, നമുക്ക് ബൈബിൾ പ്രശ്നോത്തരി കളിക്കാം. ഈ ടെലിവിഷനിൽ ബൈബിൾ രക്തം പ്രശ്നോത്തരി വന്നേ പിന്നെ എവിടെ ചെന്നാലും പ്രശ്നോത്തരിയാ. ഇന്നലത്തെ പ്രശ്നോത്തരിയില്ലേ എനിക്ക് 6 ഉത്തരങ്ങൾ അറിയായിരുന്നു. പിന്നെ നിന്റെ അറിവൊക്കെ എനിക്കറിയാൻ പറ്റും. നിങ്ങൾ കിടന്ന് വഴക്കടിക്കാതെ. ഞാൻ ക്വിസ് മാസ്റ്റർ. ആർക്കാ അറിവെന്ന് അപ്പ അറിയാലോ. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഈസോപ്പ് എന്നാൽ എന്ത്? യെസ് മിസ്സസ് അന്നാമ. അത് പഴയ നിയമകാലത്ത് കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തരം സോപ്പാണ്. മോളെ, അത് കുളിക്കാനല്ല, പഴയ നിയമകാലത്തെ തുണി അലക്കാൻ ഉപയോഗിച്ച സോപ്പ. അല്ലല്ല, അത് കുളിക്കാനായിട്ട് തുണി അലക്കാൻ. 2 പേർക്ക് -2 മാർക്ക്. അത് കുളിക്കാനും അലക്കാനും ഉപയോഗിച്ച സോപ്പല്ല. പഴയ നിയമകാലത്ത് ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച ഒരു വള്ളിച്ചെടിയാ. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ അതിന്റെ പടവുമുണ്ട്. എന്നാ നീ വേറൊരു ചോദ്യം ചോദിക്കേ. നെഹുഷ്ഠാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു തരം കുഷ്ഠരോഗമാണ്. ഏത് തരം കുഷ്ഠാന്നും കൂടി പറയണം. എനിക്ക് മനസ്സില്ല. ഞാൻ പറയാം. കരിങ്കുഷ്ഠത്തിനാണ് നെഹുഷ്ഠാൻ എന്ന് പറയുന്നത്. 2 പേർക്ക് വീണ്ടും -2 മാർക്ക്. നെഹുഷ്ഠാൻ കുഷ്ഠമല്ല, കരിങ്കുഷ്ഠവുമല്ല. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെയാണ് നെഹുഷ്ഠാൻ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ പുസ്തകത്തിൽ അതില്ലെന്നേ. അതുകൊണ്ടാണ് വിശുദ്ധ സത്യവേദ പുസ്തകം വായിക്കാൻ ഞാൻ പറയുന്നത്. ഇതെല്ലാം അതിലുണ്ട്. നമുക്ക് ഓരോന്ന് മേടിക്കണം. വിശുദ്ധ സത്യവേദ പുസ്തകം. ഒരു നിമിഷം കൊണ്ട് ഏതു വിഷയവും കണ്ടുപിടിക്കാൻ കഴിയുന്ന ഉപശീർഷക സൂചിക. ഓരോ പുസ്തകത്തിന്റെയും ആദ്യ പേജിൽ പുസ്തകത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ, പ്രതിപാദ്യ വിഷയം, രചയിതാവ് തുടങ്ങിയ വിശദാംശങ്ങൾ. ധ്യാനിക്കുവാനും പ്രസംഗിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപയുക്തമാകുന്ന ആത്മീയ ദർശനം. ഏതു പ്രായത്തിലുമുള്ളവരിലും ഒരുപോലെ കൗതുകമുണർത്തുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ വിതറുന്ന വിജ്ഞാന വീഥി. ഒറ്റ നോട്ടം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന വിലപ്പെട്ട മർമ്മങ്ങൾ ഒറ്റ നോട്ടത്തിൽ. തിരുവചന പഠനത്തിന്റെ ആഴങ്ങളിലേക്ക് നടത്തുന്ന താരതമ്യ പഠനങ്ങൾ. താരതമ്യം. കൂടാതെ യേശുക്രിസ്തുവിന്റെ ഉപമകൾ, യേശുക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ. മാത്രമല്ല, തിരുവചന സത്യങ്ങൾ യാഥാർത്ഥ്യമെന്ന് വിളംബരം ചെയ്യുന്ന വർണ്ണമനോഹരങ്ങളായ നിരവധി ചിത്രങ്ങൾ ഉദാഹരണങ്ങളായി. ലാസറിന്റെ കല്ലറ, ബെഥസ്ദാ കുളം, ശിലോഹാം കുളം,
കർത്താവിരുന്ന് ഉപവസിച്ചുവെന്ന് കരുതപ്പെടുന്ന കല്ല്, യേശു ജനിച്ച സ്ഥലം, യേശുവിന്റെ കല്ലറ തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ഇതെല്ലാം അടങ്ങുന്ന ഭാരതത്തിലെ അല്ല, ലോകത്തിലെ തന്നെ ഏക ബൈബിൾ, വിശുദ്ധ സത്യവേദ പുസ്തകം. The Christian focus round. Rules remain the same. The first question. Sistine Chapel എന്താണ്? Five, 4, 3, 2, 1. The question is fired. It goes to the question bank. The second question. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഹാൻഡ്സ് ഓൺ യുവർ ബസസ്. ഡാവിഞ്ചി കോഡ് എഴുതിയ ആരാണ്? യെസ് മിസ്റ്റർ ജോബിൻ മാത്യു. ഡാൻ ബ്രൗൺ. ഡാൻ ബ്രൗൺ. വളരെയധികം വിവാദങ്ങൾ ലോകത്ത് സൃഷ്ടിച്ച ഡാവിഞ്ചി കോഡ് എഴുതിയത് ഡാൻ ബ്രൗൺ ആണ്. 5 marks for Jobin Matthew. Right. There ends the questions. Bibles in your hands. മീഖയുടെ പ്രവചനം 8-ാം അധ്യായം 16-ാം വാക്യം. 5 marks for all the four. സഭാപ്രസംഗി 5-5. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ്. മൈക്കെടുത്ത് വായിക്കും. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ് നല്ലത്. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ് നല്ലത്. The answer is right. Lijo Daniel gets plus 5 marks for that Bible portion. The next question. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. Yes, take a microphone and read it aloud. Aloud. The Lord recompense thy work, and a full reward be given thee of the Lord God of Israel, under whose wings thou art come to trust. Well, that is Ruth chapter 2, verse 12. The answer is right, and Dr. Navin Chako gets 5 marks for that question. Now, the last part of this segment is the bumper bomb.